ഏകദേശം പെയിന്റിന് 3 വർഷത്തെ വാറന്റിയാണ് സ്കോഡ തരുന്നത്. കൂടാതെ 4 ഫ്രീ സർവീസും 4 വർഷത്തെ വാറന്റി ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇരിക്കുന്ന ഇവിടെ നിന്ന് കിട്ടില്ല, ഈ ചാരുന്നതിൻ്റെ ഇത്ര മുതൽ ഇത്ര വരെ മാത്രം ഒരു മസാജ് വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾ കൊടുത്തുള്ളത്, അത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഇതിങ്ങനെ ബൾജ് ചെയ്ത് കണ്ടോ, ഇവിടെ മുതൽ ഇത്രയും വരെ അതിൻ്റെ ഒരു വർക്കിംഗ് ഒക്കെ ഉള്ളൂ. എന്താ ഒരു പേരിന് വേണ്ടി കൊടുത്ത പോലെയാണ് തോന്നുന്നത്. അല്ല, 3 വേരിയന്റിൽ നമുക്ക് 17 ഇഞ്ചാണ്. അലോയ്സ് എല്ലാ വേരിയന്റിലും, പക്ഷേ ഡിസൈൻ മാറും എന്നുള്ള ഒരൊറ്റ കുറവ് വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു മാരുതി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ആയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സ്കോഡ ആകുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു വൈപ്പറൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ്. ബേസ് വേരിയന്റ് തന്നെ ഓട്ടോമാറ്റിക് IR എഗെയിൻ ഒരു ലൈക്ക് കൊടുക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സ് ആണെന്ന് പറയാം. കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് ഒക്കെ ഇപ്പോൾ കോമൺ ആണ്. അത് കുറച്ചുകൂടി മനോഹരമായിട്ട് എങ്ങനെ കൊടുക്കാമെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പാനോമിക് റൂഫ് ലഭിക്കുന്നുണ്ട്. നോർമൽ സൺറൂഫ് ആണെങ്കിൽ ബേസ് വേരിയന്റ് പോലെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ലൈക്ക് നമുക്ക് സ്കോഡക്ക് കൊടുക്കാം. കിടിലൻ ഫീച്ചറാണ്. അപ്പോൾ ഏറ്റവും പുതിയ സ്കോഡ കുഷാക്കിൻ്റെ കൂടെയാണുള്ളത്. വെറും 8 മാറ്റങ്ങളെ സ്കോഡ ഇതിന് വരുത്തിയിട്ടുള്ളൂ. അത് എണ്ണി പറയാം. പക്ഷേ അതിന് മുമ്പ് പറയാനുള്ളത് ലുക്ക് കണ്ടില്ലേ നിങ്ങൾ, ആകെ മാറിയിട്ടുണ്ട്. പ്രൈസ് വന്നിട്ടില്ല. പ്രൈസ് നമുക്ക് എക്സിസ്റ്റിംഗ് മോഡലിന് 13,05,000 രൂപയിലാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത്. ഏറ്റവും ടോപ്പിൻ്റെ 22-ന് മുകളിൽ പോകുന്നുണ്ട്. ഏകദേശം സിമിലർ ആയിരിക്കും. കാരണം ഇറങ്ങിയതിന് ശേഷം 2020 നമ്മുടെ കുഷാക്ക് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ട് വിലയൊന്നും സ്കോഡ വർദ്ധിപ്പിച്ചില്ല. അതായത് പ്രൈസിൻ്റെ കാര്യത്തിൽ അത്രയും കണിശത അവർ പുലർത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പുതിയ മോഡലിന് കാര്യമായിട്ടൊന്നും വില കൂട്ടാൻ പോകുന്നില്ല. ഇനി എൻ്റെ എക്സ്പെക്ടേഷൻ പറയുകയാണ്, ഒരു ബേസിൻ്റെ ആണെങ്കിൽ ഒരു 20,000 to 25,000 മുതലൊരു മാക്സിമം 70,000 to 75,000 വരെയാണ് ടോപ്പിലേക്ക് കൂടാൻ സാധ്യതയുള്ളൂ. അല്ലാതെ വില എന്തായാലും കാര്യമായിട്ട് കൂട്ടാൻ പോകുന്നില്ല. സോ നിങ്ങൾ ആ ഒരു ബഡ്ജറ്റ് വാൻ എടുക്കുന്നവരാണെങ്കിൽ എന്തായാലും വെയിറ്റ് ചെയ്ത് മാർച്ചിലൊക്കെയാണ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ എന്തൊക്കെയാണ് മാറിയിട്ടുള്ളത് എന്നുള്ളത് വിശദമായിട്ട് പറയാം. അതുകൂടാതെ തന്നെ നമുക്ക് സാധാരണ നമുക്ക് നോർമൽ ബ്രാൻഡുകൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിദേശ ബ്രാൻഡുകൾ നമുക്ക് ഒരുപാട് വാറന്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ സ്കോഡ ഫോക്സ് വാഗണൊക്കെ പെയിന്റിനൊക്കെ വാറന്റി തരുന്നുണ്ട്. ഇതിന് നമുക്ക് ഏകദേശം പെയിന്റിന് 3 വർഷത്തെ വാറന്റിയാണ് സ്കോഡ തരുന്നത്. കൂടാതെ 4 ഫ്രീ സർവീസും 4 വർഷത്തെ വാറന്റി ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തരുന്നുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് മുൻവശത്ത് തന്നെ വിശദമായിട്ട് നോക്കാം. സോ നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. 4 വേരിയന്റിലാണ് നമുക്ക് കുഷാക്ക് ലഭിക്കുക. ബ്രോഷർ പ്രൈസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഏതൊക്കെ വേരിയന്റിൽ എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ലിമിറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അറിയാം. അത് വെച്ച് നോക്കാം. പ്രധാന മാറ്റം മുന്നിലെയും പിന്നിലെയും ബമ്പറുകൾ റീഡിസൈൻ ചെയ്തു, ഗ്രില്ല് മാറി, ലൈറ്റ് മാറി എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ ഒരു ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഗ്രില്ലിന് ഉള്ളിലൂടെ പോകുന്ന ഈ ഒരു ബാൻഡ് ഉണ്ടല്ലോ, വേറെ ലെവലായിട്ടുണ്ട് എന്ന് പറയാം. സാധാരണ എല്ലാവരും ഇത്തരത്തിൽ ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് അതിമനോഹരമായിട്ട് എങ്ങനെ കൊടുക്കാമെന്നുള്ളത് സ്കോഡ കാണിച്ചു തന്നു എന്നുള്ളതാണ്. ഒരു രക്ഷയില്ല. അവർ കോഡിയാക്ക് എന്നുള്ള മോഡൽ ഇത്തരത്തിൽ തന്നെയാണ് വരുന്നത്. അതായത് 60-70 ലക്ഷം രൂപ വില വരുന്ന കോഡിയാക്ക് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലിന് സമാനമായിട്ടുള്ളൊരു ഫ്രണ്ട് റിയർ ലുക്കുകളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ബേസ് വേരിയന്റ് മുതൽ നമുക്ക് LED ലൈറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ LED DR വരുന്നുണ്ട്. പുറകിൽ സീക്ഷണൽ ഇൻഡിക്കേറ്റർ ആണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ബേസ് വേരിയന്റ് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ്, സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്നുള്ള ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. താഴെ ഫോഗ് ലാമ്പ് വന്നിട്ട് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. രണ്ടാമത്തെ വേരിയന്റ് തൊട്ട്, അതായത് ബേസ് വേരിയന്റ് വെച്ച് ബാക്കി എല്ലാ വേരിയന്റിലും ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. താഴെ ഹെയർ ഡാം കാണാനായിട്ട് സാധിക്കും. ഒരു സ്ട്രിപ്പ് ലൈനൊക്കെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വശങ്ങളിലേക്ക് വന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അലോയ് വീൽസ് നമുക്ക് സ്റ്റാൻഡേർഡ് ആണ്. ബേസ് വേരിയന്റ് മുതൽ എനിക്ക് അലോയ്സ് കിട്ടുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ കാണുന്നത് 17 ഇഞ്ചാണ്. 255 പ്രൊഫൈലുള്ള 17 ഇഞ്ചാണ്. ബേസ് വേരിയന്റിൽ 16 ഇഞ്ചാവും. ബാക്കി എല്ലാ 3 വേരിയന്റിലും നമുക്ക് 17 ഇഞ്ചാണ്. അലോയ്സ് എല്ലാ വേരിയന്റിലും, പക്ഷേ ഡിസൈൻ മാറും എന്നുള്ള ഒരൊറ്റ കുറവ് വരുന്നുള്ളൂ. ഇതിപ്പോൾ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മളൊരു ക്രിസ്റ്റൽ കട്ട് അലോയ്സ് ആണ് കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇനി വശങ്ങളിൽ നോക്കിയാൽ സ്കോഡ എന്നുള്ള ഒരു ബ്രാൻഡിങ് നമ്മുടെ ക്ലാഡിങ്ങിന്റെ ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ നോർമലി പഴയ വശങ്ങളിൽ നോക്കുമ്പോൾ വലിയൊരു ചേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഷെല്ല് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ വശങ്ങളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ, നമുക്ക് ഈ ഒരു പരാതി അല്ലെങ്കിൽ ഒരു കുറവ് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നത് സൺറൂഫ് നോർമലായിരുന്നു, പാനോമിക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ടോപ്പ് എൻഡ് എടുക്കുന്നവർക്കും അതുപോലെ മോണ്ടെ കാറിലൊക്കെ എടുക്കുന്നവർക്ക് പാനോമിക് റൂഫ് ലഭിക്കുന്നുണ്ട്. നോർമൽ സൺറൂഫ് ആണെങ്കിൽ ബേസ് വേരിയന്റ് പോലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ലേക്ക് നമുക്ക് സ്കോഡക്ക് കൊടുക്കാം. ഇതിലും ഫീച്ചറാണ്. അപ്പോൾ വശങ്ങൾ നോക്കുമ്പോൾ വണ്ടി വേറെ ലെവൽ റിച്ച് ആയിരിക്കും. നമുക്ക് ബേസ് വേരിയന്റ് എടുത്താലും അലോയ്സും കിട്ടുന്നുണ്ട്, സൺറൂഫും കിട്ടുന്നുണ്ട്. സ്കോഡ മികച്ചൊരു കാര്യമാണ് ആ ഒരു ലെവലിലൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഇൻഡിക്കേറ്റർ നമുക്ക് ORMൽ കാണാം. ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഫോൾഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ബി പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതും ഗ്ലോസി ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്രോം എലമെന്റ് ഷോൾഡർ ലൈൻ ആയിട്ട് പോയിട്ടുണ്ട്. റൂഫ് റെയിൽസ് കാണാം. ഫംഗ്ഷനിലല്ല, അത്യാവശ്യം ഫംഗ്ഷനിലാണ് കേട്ടോ, ഫംഗ്ഷനിലായിട്ടുള്ള റൂഫ് റെയിൽസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഭാരം കയറ്റാവുന്ന ഒരു റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാനായിട്ട് സാധിക്കും. നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വന്നിട്ടുള്ളത്. നമുക്ക് 1.5 ലിറ്ററും 1 ലിറ്റർ എന്നിങ്ങനെ 2 ടർബോ പെട്രോൾ എഞ്ചിനിലാണ് ലഭിക്കുക. ഇനി റിയർ പ്രൊഫൈൽ, അതായത് നമുക്ക് മുൻവശത്ത് ഞാൻ പറഞ്ഞു ബമ്പറിൻ്റെ ഡിസൈനൊക്കെ മാറി എന്നുള്ളത്. കൂടാതെ ആ ഒരു കോഡിയാക്കും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കോഡിയാക്കിൽ ഇവരുടെ 60 ലക്ഷം 70 ലക്ഷം ഓൺ റോഡ് വില വരുന്ന വണ്ടിയിൽ നമുക്ക് സ്കോഡയുടെ ലെറ്റർ ഇതുപോലെ ഇലുമിനേറ്റഡ് ആവും. അതേ ഒരു ഫീച്ചർ കുഷാക്കിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടോ, മനോഹരമായിട്ടുണ്ട്. എഗെയിൻ ഞാൻ മുൻവശത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് ഒക്കെ ഇപ്പോൾ കോമൺ ആണ്. അത് കുറച്ചുകൂടി മനോഹരമായിട്ട് എങ്ങനെ കൊടുക്കാമെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടെയിൽ ലാമ്പ് യൂണിറ്റും അതോടൊപ്പം കണക്ട് ചെയ്ത് അതിൽ തന്നെ ചില രീതിയിലുള്ള ഗ്രാഫിക്സ് പോലെയൊക്കെ വന്ന് ആ സ്കോഡയുടെ ലെറ്ററിംഗ് ഒക്കെ വന്നപ്പോൾ വേറെ ലെവലായിട്ടുണ്ട്. അതിനും ഒരു ലൈക്ക് കൊടുക്കുകയാണ് സ്കോഡക്ക്. സ്റ്റാൻഡേർഡായിട്ട് നമുക്ക്
പുറകിൽ വൈപ്പറും D4ഉം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോയിലർ, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡാണ്. ബേസ് വേരിയൻ്റ് എടുത്താലും കിട്ടും. ഒരു പരാതി പറയാനുള്ളത് ഇത് ഒത്തിരി ചീപ്പാണ് എന്നുള്ളതാണ്. ക്വാളിറ്റി കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മുടെ സ്കോഡയുടെ പ്രൊഡക്റ്റ് ആകുമ്പോൾ, ഇതിപ്പോൾ ഒരു മാരുതി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ആയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സ്കോഡ ആകുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു വൈപ്പറൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ്. ഈവൻ എൻ്റെ 2017 പൊന്തോല് വരെ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ളൊരു റിയർ വൈപ്പറാണ് കിടക്കുന്നത്. അത് താഴേക്ക് വന്നാലും കുഷാക്ക് എന്നുള്ള ബ്രാൻഡിങ് കാണാം. ഏത് എഞ്ചിനാണ് സൂചിപ്പിക്കുന്ന ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ ടാഗ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. റിയർ വ്യൂ ക്യാമറ കാണാൻ സാധിക്കും. 360 ഡിഗ്രി ക്യാമറ ഈ ഒരു സെഗ്മെൻറ്റിലെ എല്ലാ മാനുഫാക്ചേഴ്സും തരുന്നതാണ്. പക്ഷേ കുഷാക്കിന് നമുക്ക് 360 ഡിഗ്രി ക്യാമറ തരുന്നില്ല. വേണമെങ്കിൽ ആക്സിലേറ്റ് ചെയ്തോ എന്നുള്ളതാണ് പറയുന്നത്. പുറകിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. മുൻവശത്ത് കണ്ട പോലെ തന്നെ സ്കിപ്പ് പ്ലേറ്റ് ഒരു സിൽവർ എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയും വ്യക്തമായിട്ട് കാണില്ല. നമ്മുടെ സ്റ്റേജിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് എന്തായാലും നിങ്ങൾ സൈഡ് പ്രൊഫൈൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ലുക്ക് 100% മാർക്ക് കൊടുക്കും. അടിപൊളിയായിട്ടുണ്ട്. ഇനി റിയറിൽ ഒരു എന്താ പറയുക, ആവശ്യമില്ലാത്തൊരു ഫീച്ചറാണ്, എന്നാലും കിട്ടുമ്പോൾ വാങ്ങുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഫീച്ചർ നമ്മുടെ പുറകിലേക്ക് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുറകിൽ നമുക്ക് മസാജ് സീറ്റും കൊടുത്തിട്ടുണ്ട്. പുറകിൽ 2 സീറ്റുകളും മസാജ് ഫംഗ്ഷൻ. അത് ഫുള്ളൊന്നല്ല കേട്ടോ, നമുക്ക് ഇരിക്കുന്ന ഇവിടെ നിന്ന് കിട്ടില്ല. ഈ ചാരുന്നതിൻ്റെ ഇത്ര മുതൽ ഇത്ര വരെ മാത്രം ഒരു മസാജ് വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾ കൊടുത്തുള്ളത്. അത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഇതിങ്ങനെ ബൾജ് ചെയ്ത് കണ്ടോ, ഇവിടെ മുതൽ ഇത്രയും വരെ അതിൻ്റെ ഒരു വർക്കിംഗ് ഒക്കെ ഉള്ളൂ. എന്താ ഒരു പേരിന് വേണ്ടി കൊടുത്ത പോലെയാണ് തോന്നുന്നത്. അതും പുറകിലാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഒരു 1 ലക്ഷറി വാഹനങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിൽ മസാജ് സീറ്റ് കാണുന്നത്. അതും പുറകിൽ കാണുന്നത് അതിലും മേലെ പോകുന്ന ലക്ഷറി വാഹനങ്ങളിലാണ്. പക്ഷേ കുഷാക്കിനത് ആദ്യമാണ് എനിക്ക് തോന്നുന്നു, ആദ്യമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തായിരിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും കപ്പ് ഹോൾഡേഴ്സോടുള്ള ആംറസ്റ്റ്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 2 സി ടൈപ്പ് ചാർജിംഗ് പോർട്ട്, റിയർ AC വെന്റ്, മസാജിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ കാണാം. പാനോമിക് റൂഫ് ഇത്രയും വരെ എത്തി നിൽക്കുന്നുണ്ട്. പാനോമിക് റൂഫ് വന്നുകൊണ്ട് തന്നെ മാപ്പ് ലാമ്പ് ഒന്നും പുറകിലേക്ക് കൊടുത്തിട്ടില്ല. ഇനി സ്പേസ് നോക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് എനിക്ക് കിട്ടുന്നൊരു സ്പേസ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പുറകിലേക്കിട്ട ഒരു സീറ്റാണ് കേട്ടോ, കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തൈ സപ്പോർട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ ഫീഡ്ബാക്കും കംഫർട്ട് കാര്യങ്ങളൊക്കെ പറയാം, ആ സമയത്ത് പറയാം. ഒരു ഡുവൽ ടോൺ ഇൻറ്റീരിയർ ആണ് നൽകിയിട്ടുള്ളത്. ഡോർ പാഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബ്ലാക്കിൻ്റെ ബീജിൻ്റെ മിക്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു സ്കോഡ ഫോക്സ് വാഗൺ ക്യാരക്ടർ നമുക്ക് ഡോറിലൊക്കെ കാണാൻ സാധിക്കും. ഒരു ഹാൻഡിലിൻ്റെ ഭാഗത്തൊക്കെ പക്ക നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ് സ്കോഡയുടെ ഫോക്സ് വാഗൻ്റെ വാഹനങ്ങൾ ഇത്തരത്തിലൊരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെ. പവർ വിൻഡോ കാണാം, 4 പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻസൈഡ് ഡോർ ലിവറിനൊക്കെ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് മുതൽ ടച്ച് സ്ക്രീൻ വരുന്നതുകൊണ്ട് തന്നെ 4 സ്പീക്കേഴ്സ് നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, ആ തഡ് കണ്ടോ, യെസ്, അടിപൊളി ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അത് കേൾക്കുന്ന സമയത്ത്. അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബിൽഡ് ക്വാളിറ്റി വിളിച്ചു പോകുന്നതെന്ന് പറയാം. ചൈൽഡ് സേഫ്റ്റിക്ക് അടക്കം 5 സ്റ്റാർ ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അതായത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്, 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഡോർ പാഡ് നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെയാണുള്ള കളർ കോമ്പിനേഷൻ. അഗൈൻ നമുക്ക് 4 പവർ വിൻഡോയുടെ കൺട്രോൾസ്, നമ്മുടെ ORM ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫോൾഡ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. നമുക്ക് മുന്നിൽ 2 സീറ്റുകളും പവേർഡ് സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി പറഞ്ഞ പോലെ ബ്രോഷർ വരാത്തതുകൊണ്ട് ഇത് ഏതിലാണ് കിട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് വൈകാതെ പിന്നീട് പറയാം. ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഇവിടെ ഹെഡ്ലൈറ്റ് ലെവലർ വന്നിട്ടുണ്ട്. 2 സ്പോക്ക് മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് വീല്, അത് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറയട്ടെ ഈ ഒരു സ്റ്റിയറിംഗ് വീല്. അതിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് മോണ്ട് കൺട്രോൾസ് ഇവിടെ MID കൺട്രോൾസ് ആണ്. ഇവിടെ നമ്മുടെ വോളിയം കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാം. നമുക്ക് ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ബേസ് വേരിയൻ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഒരു ലേക്ക് കൊടുക്കാൻ കേട്ടോ. അതുപോലെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയൊരു മാറ്റം ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു MID മാറി എന്നുള്ളതാണ്. 8 ഇഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പോൾ 10.4 ഇഞ്ച് ആയിട്ടുണ്ട്. ഇതിലാണെങ്കിൽ നമുക്ക് നാവിഗേഷൻ മാപ്പൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെ നിരവധി ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അഡാസ് ഇല്ല, സാധാരണ ഇത്തരത്തിലുള്ള സ്ക്രീനൊക്കെ കൊടുക്കുന്നത് അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ബ്രാൻഡുകൾ ഇത്തരത്തിലുള്ള വലിയ സ്ക്രീനൊക്കെ കൊടുക്കുന്നത്. എന്തായാലും ഇതിൽ അഡാസ് ലെവൽ 2 കാര്യങ്ങളും അഡാസ് 360 ക്യാമറ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കുറവായിട്ടുള്ളത്. പകരം മസാജ് സീറ്റും പാനോമിക് റൂഫൊക്കെ ആഡായി എന്ന് പറയാം. 10 ഇഞ്ചിനാണ് ടച്ച് സ്ക്രീൻ. ബേസ് വേരിയൻറ്റിൽ നമുക്ക് 7 ഇഞ്ച് ആയിരിക്കും. ബാക്കി എല്ലാ വേരിയൻറ്റിലും 10 ഇഞ്ചാണ്. 10 ഇഞ്ച് ആവുന്നത് മുതൽ രണ്ടാമത്തെ വേരിയൻറ്റ് മുതൽ നമുക്ക് ഇതിൽ Google AI ഒക്കെ സപ്പോർട്ട് ചെയ്യും. അതും ഈ സെഗ്മെൻറ്റിൽ ബെസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണെന്നാണ് നമ്മുടെ സ്കോഡ പറഞ്ഞിട്ടുള്ളത്. താഴേക്ക് വന്നാൽ വെന്റിലേറ്റഡ് സീറ്റാണ് വന്നുള്ളത്. അതിൻ്റെ കൺട്രോൾസ് കാണാം. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ലോക്ക് അൺലോക്ക്, നമ്മുടെ ഹസാർഡ് ലാമ്പ്, അത്രയും കൺട്രോൾസ് ഇവിടെ കാണാം. അവിടെ താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. എക്കിൻ്റെ ഒരു ലേക്ക് കൊടുക്കുകയാണ്. അതിലൊരു പരാതി കഴിഞ്ഞ പ്രാവശ്യം വാഹനങ്ങളിൽ നമ്മുടെ AC പവർ കുറവാണെന്നുള്ള കംപ്ലയിൻറ്റ് എല്ലാവരും പറഞ്ഞിരുന്നു. ഇപ്പോൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു AC ആണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് സ്കോഡയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ താഴേക്ക് വന്നാൽ നമുക്ക് 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, വയർലെസ് ചാർജർ,
ഇതാണ് നമ്മുടെ DC ട്രാൻസ്മിഷൻ്റെ ഒരു ഗിയർ ലിവർ വന്നിട്ടുള്ളത്. നമുക്ക് 1000 cc എഞ്ചിൻ എടുക്കുന്നവർക്ക് ഒരു 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടറും 1500 cc എടുക്കുന്നവർക്ക് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് നമുക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുക. നോർമൽ 1 ലിറ്റർ എടുക്കുന്നവർക്ക് ഒരു 6 സ്പീഡ് മാനുവൽ കൂടി വരുന്നുണ്ട്. 1.5 എടുക്കുന്നവർക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് മാത്രമേ ചോയ്സ് ഉള്ളൂ, മാനുവൽ കിട്ടില്ല എന്നുള്ളതാണ്. കപ്പ് ഹോൾഡേഴ്സ്, മാനുവൽ ഹാൻഡ് ബ്രേക്ക്, സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ആംറസ്റ്റ്, അതിന് താഴെ കുഞ്ഞ് സ്റ്റോറേജ് ഏരിയ. മാനുവലി അല്ല, ഓട്ടോ ഡിമ്മിങ് IRM തന്നെ നമുക്ക് ബേസ് വേരിയൻറ്റ് തന്നെ ഓട്ടോ ഡിമ്മിങ് IRM. എഗെയിൻ ഒരു ലൈക്ക് കൊടുക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സാണെന്ന് പറയാം. മൊത്തത്തിൽ ഒരു ലേ ഔട്ട് സിമിലർ ആണ്. നമ്മൾ പഴയ കുഷാക്കിന്ന് ഒരുപാട് ചേഞ്ച് ഒന്നും ഈ ഒരു ഭാഗം കാണുന്ന സമയത്തില്ല. മൊത്തത്തിൽ ലേ ഔട്ട് സെയിം ആണ്. കുഞ്ഞു കുഞ്ഞു കളർ കോമ്പിനേഷൻസിൻ്റെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. എന്നാലും അടിപൊളിയാണ്, മനോഹരമാണ് എന്ന് പറയാം. ഈ ഒരു പാനലൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഫോക്സ്വാഗൺ പോളോ വാഹനങ്ങൾ, ഫോക്സ്വാഗൺ സ്കോഡ വാഹനങ്ങൾ കാണുന്നതാണ്. അതൊക്കെ ക്ലാസ് ആണ്, അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ പാനോറമിക് റൂഫിന് നമുക്ക് 2 കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൺഷെയ്ഡ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനും സെപ്പറേറ്റ്, ഗ്ലാസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി, അതിന് ഞാനൊരു ലൈക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഓരോ കാര്യങ്ങൾ വരുന്നത്. ബൂട്ട് സ്പേസ് കാണിക്കാൻ വിട്ടുപോയി. 491 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അതും ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഹ്യൂജ് ആണ് എന്ന് പറയാവുന്ന രൂപത്തിലാണ്. എന്തായാലും പ്രൈസ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ബേസ് വേരിയൻറ്റിൽ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷവാനാണ്, അല്ലെങ്കിൽ ഞാൻ വെയിറ്റിംഗ് ആണ് ഇതിൻ്റെ പ്രൈസ് അറിയാനായിട്ട്. എന്തായാലും 13.5 ലക്ഷത്തിനകത്ത് കിട്ടിയാലും വർത്താണ്. സ്കോഡയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കുഷാക്കിന് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടം സംഭവിക്കാനില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.